മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഭ്രമയുഗം. 2013 റെഡ് റെയിൻ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ സംവിധാന രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. ലോക സിനിമയിൽ വളരെ പ്രാധാന്യമേറിയ ഏലിയൻ ഇൻവെൻഷൻ എന്ന കൺസെപ്റ്റിനെ ആധാരമാക്കിയായിരുന്നു റെഡ് റെയിൻ എന്ന ചിത്രം അദ്ദേഹം ഒരുക്കിയത്. സാങ്കേതികപരമായും എല്ലാ മേഖലയിലും ചിത്രം മികച്ചു നിന്നിട്ടും അന്ന് വേണ്ടത്ര സ്വീകാര്യത ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് കാലങ്ങൾക്കിപ്പുറം ഷൈൻ നിഗം, രേവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്ദേഹം ഒരുക്കിയ ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ് ഭൂതകാലം. 2022 ഈ ചിത്രം പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത്. ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമായി ഭൂതകാലം മാറുകയും ഒപ്പം തന്നെ ആദ്യ ചിത്രമായ റെഡ് റെയിൻ ചലച്ചിത്ര പ്രേമികളുടെ ഇടയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ഭ്രമയുഗം പ്രേക്ഷകരിൽ വളരെ വലിയൊരു ആകാംക്ഷയാണ് നൽകുന്നത്. മമ്മൂക്ക ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നതെന്ന വാർത്ത മുൻപ് പുറത്തു വന്നിരുന്നു. മമ്മൂക്കയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, അമാൽഡാലിസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വാർത്തയെ ശരിവെക്കും വിധമാണ് ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ക്യാരക്ടർ പോസ്റ്റുകളും അവസാനമായി വന്ന ട്രീസറിലും കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക ഈ ചിത്രത്തിലും വളരെ മികച്ച പ്രകടനത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വർഷം തുടക്കം തന്നെ അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിൽ അവസാന മിനിറ്റിൽ വന്ന് മമ്മൂക്ക പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും മമ്മൂക്ക തന്റെ പേരിലാക്കും എന്നാണ് ആരാധകർ ഒന്നടക്കം ആഗ്രഹിക്കുന്നത്. അതിനെ ശരിവെക്കും തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള പ്രോജക്റ്റ് ലൈനപ്പുകളും തുടർന്നു വരുന്ന മറ്റ് അപ്ഡേറ്റ്സും. അതിലേറ്റവും പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ് ഭ്രമയുഗം എന്നത്. ചിത്രം ഫെബ്രുവരി പകുതിയോടെ തിയേറ്ററുകളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതം ക്രിസ്റ്റോ സേവിയർ ആണ് ചെയ്തിരിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെയും വൈനോഡ് സ്റ്റുഡിയോസിന്റെയും അണ്ടറിൽ ചക്രവർത്തി രാമചന്ദ്രനും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബസൂക്ക, ടർബോ എന്നിവയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ. എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകരും പ്രേക്ഷകരും കാത്തിരിക്കുന്നത്.